എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിംബാബ്വേയിലെ ഹരാരെ സ്പോർട്സ് ക്ലബിന്റെ ചരിത്രപ്രസിദ്ധമായ മണ്ണിൽ ഇന്ന് രചിക്കപ്പെട്ടത് വെറുമൊരു വിജയഗാഥയല്ല, മറിച്ച് ഇംഗ്ലീഷ് ക്രിക്കറ്റിന്റെ ഹൃദയത്തിൽ ഇന്ത്യയുടെ യുവതുർക്കികർ കോറിവരച്ച കാലമെത്ര കഴിഞ്ഞാലും മായാത്ത ഒരു അപമാനത്തിന്റെ മുറിവാണ് സുഹൃത്തുക്കളെ. അണ്ടർ 19 ലോകകപ്പ് 2026ന്റെ ഫൈനലിൽ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇംഗ്ലണ്ടിനെ മൈതാനത്ത് നേരിട്ടത് വെറും എതിരാളികളായല്ല, മറിച്ച് കലിതുള്ളി വന്ന ഒരു വിനാശകാരിയായ കൊടുങ്കാറ്റായാണ്. 411 റൺസ് എന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ ഭയക്കുന്ന ആ ഹിമാലയൻ സ്കോർ ബോർഡിൽ തെളിഞ്ഞ നിമിഷം തന്നെ ഇംഗ്ലീഷ് പടയുടെ പകുതി ജീവൻ പോയിരുന്നുവെങ്കിലും മത്സരം അവസാനിച്ചപ്പോൾ കണ്ട കാഴ്ച ആരെയും ഈരനണിയിക്കുന്നതായിരുന്നു. കിരീടം നഷ്ടപ്പെട്ടതിന്റെ വേദനയേക്കാൾ ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് മുന്നിൽ സ്വന്തം ടീം ഒന്നുമല്ലാതായി പോയതിന്റെ നാണക്കേട് ഇംഗ്ലീഷ് നായകൻ തോമസിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ഇന്ത്യൻ താരങ്ങൾ വിജയഭേരി മുഴക്കി മൈതാനം വലം വയ്ക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിലെ ശ്മശാന മൂകതയിൽ നിന്ന് വിറയ്ക്കുന്ന കാലുകളോടെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ എത്തിയ തോമസ് കണ്ഠമിടറി കണ്ണീരൊപ്പിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇതൊരു തോൽവിയല്ല, മറിച്ചൊരു പേടി സ്വപ്നത്തേക്കാൾ ഭയാനകമായൊരവസ്ഥയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വാക്കുകളിൽ ആഴ്ചകളോളം ഉറക്കമിളച്ച് ഓരോ ഇന്ത്യൻ താരത്തെയും അരിച്ചുപെറുക്കി പഠിച്ചു തയ്യാറാക്കിയ തന്ത്രങ്ങൾ തകർന്നുപോയതിന്റെ നിരാശ തിളച്ചു പൊങ്ങുകയായിരുന്നു. എന്നാൽ തോമസിന്റെ ഏറ്റവും വലിയ ഞെട്ടൽ ഇന്ത്യയുടെ വജ്രായുധമായ വൈഭവ് സൂര്യവംശി എന്ന അത്ഭുത ബാലനായിരുന്നു. ഞങ്ങൾ അവനെ പഠിച്ചു, വീഡിയോകൾ കണ്ടു, പ്ലാനുകൾ തയ്യാറാക്കി, പക്ഷേ ക്രീസിൽ അവൻ ചെയ്തത് ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യമാണോ എന്നെനിക്ക് സംശയമാണ് എന്ന തോമസിന്റെ വാക്കുകളിൽ ആരാധനയേക്കാൾ ഭയമായിരുന്നു നിഴലിച്ചത്. 80 പന്തിൽ 175 റൺസ്, അതിൽ 15 ആകാശം മുട്ടെ പറന്ന സിക്സറുകളും 15 വെടിയുണ്ട കണക്കെ പാഞ്ഞ ഫോറുകളും. ഇംഗ്ലണ്ട് തയ്യാറാക്കിയ എല്ലാ ചാർട്ടുകളെയും കണക്കുകൂട്ടലുകളെയും വെറും പാഴ്ക്കടലാസുകൾ പോലെ വലിച്ചു കീറി ഹരാരിയിലെ കാറ്റിൽ പറത്തിയ വൈഭവ് ഗ്രൗണ്ടിന്റെ മുക്കിലും മൂലയിലും റൺമഴ പെയ്യിച്ചപ്പോൾ തങ്ങളുടെ ഫീൽഡർമാർ വെറും നോക്കുകുത്തികളായി മാറിയെന്ന് തോമസ് സമ്മതിക്കുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എത്ര സുരക്ഷിതമാണെന്നതിന്റെ സാക്ഷ്യപത്രമായി. എന്നാൽ തോമസിന്റെ രോഷം അവിടെയൊന്നും അവസാനിച്ചില്ല. സ്വന്തം ബൌളർമാർക്കെതിരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചത് സ്വന്തം ടീമിനെ ഗല്ലി ക്രിക്കറ്റ് കളിക്കാരോട് ഉപമിച്ചുകൊണ്ടാണ്. ലോകകപ്പ് ഫൈനൽ പോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വേദിയിൽ ഇന്ത്യയെപ്പോലെ കരുത്തരായ ഒരു ടീമിനെതിരെ ഇത്രയും ദിശാബോധമില്ലാത്ത നിലവാരമില്ലാത്ത ബൌളിംഗ് കാഴ്ചവെച്ചത് ആത്മഹത്യാപരമായിരുന്നു. ഞാൻ ഒരു വശത്ത് ഫീൽഡർമാരെ നിർത്തുമ്പോൾ എന്റെ ബൌളർമാർ മറുവശത്തേക്ക് ലൂസ് ബോളുകൾ എറിഞ്ഞ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് റൺസ് ദാനം ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹം നെഞ്ചുപൊട്ടി പറഞ്ഞു. നിർണായകമായ ക്യാച്ചുകൾ കൈവിട്ടതും മോശം ഫീൽഡിംഗും 411 റൺസ് എന്ന കൂറ്റൻ സ്കോർ വഴങ്ങിയതുമെല്ലാം ചേർന്ന് തങ്ങളെ ജയിക്കാൻ ഒട്ടും അർഹരല്ലാത്തവരാക്കി മാറ്റിയെന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞു. ബാറ്റിംഗിൽ മാത്രമല്ല, മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ ഖിലാൻ പട്ടേലിനെ പോലുള്ള ഇന്ത്യൻ ബൌളർമാർ വരിഞ്ഞു മുറുക്കിയപ്പോൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നുവെന്നും തിരിച്ചുവരവിനുള്ള എല്ലാ വഴികളും അവർ കൊട്ടിയടച്ചുവെന്നും തോമസ് കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നായകൻ ആയുഷ് മാത്രയുടെ പക്വതയാർന്ന ക്യാപ്റ്റൻസിയും ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ധീരമായ തീരുമാനവും വിക്കറ്റുകൾ വീണപ്പോഴും ആക്രമണം അഴിച്ചുവിട്ട തന്ത്രവും തങ്ങളെക്കാൾ എത്രയോ മുകളിലായിരുന്നുവെന്ന് ടോമസ് സമ്മതിക്കുമ്പോൾ അണ്ടർ 19 ക്രിക്കറ്റിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ ഇന്ത്യ തന്നെയാണെന്ന് ലോകം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. വൈഭവ് സൂര്യവംശിയുടെ ഈ രുദ്രതാണ്ഡവവും ഇംഗ്ലീഷ് നായകനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച ഇന്ത്യയുടെ ഈ സമഗ്രാധിപത്യവും കണ്ട് രോമാഞ്ചം വരാത്തവരാരുമുണ്ടാകില്ല. ഇത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച അണ്ടർ 19 പ്രകടനമാണോ അതോ ഇംഗ്ലണ്ടിന്റെ ദയനീയ പരാജയമാണോ ഈ വലിയ വിജയത്തിന് കാരണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.